പാസിഫ്ലോറ ഫാമിലിയിൽ ഉൾപ്പെട്ട പാസിഫ്ലോറ എഡിലിസ് എന്ന് പറയുന്ന സസ്യമാണ് പാഷൻ ഫ്രൂട്ട്. ഇതിൻ്റെ ജന്മദേശം സൗത്ത് അമേരിക്കയാണ്. അപ്പോൾ ഇത് മുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറം തോട്ടിലേക്ക് എത്ര മൂർച്ചയുള്ള പിച്ചാത്തിയായാലും ആദ്യം ഒന്ന് ഓടത്തേ ഉള്ളൂ, പിന്നീടാണ് അത് കട്ടാവുന്നത്. അത് ചില ആൾക്കാർ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഹാഫാക്കിയിട്ട് അതിൻ്റെ പൾപ്പെല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. ചില ആൾക്കാർ അതിൻ്റെ മുകൾ ഭാഗം ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് പഞ്ചാരയിട്ട് കരണ്ടി വെച്ച് കറക്കി തിന്നാറുണ്ട്. ഇത് കഴിക്കുമ്പോൾ ഉള്ള നമ്മുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, ഒരുപാട് ഫൈബറുണ്ട്, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. ഇനി നമുക്കിതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചാണ് അറിയേണ്ടത്. കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചാൽ മതി, അതങ്ങ് പടർന്നോളും. പിന്നെ ഒരു രക്ഷയില്ലാതെ ഇതിന് തോന്നുന്നിടത്തോട്ടൊക്കെ കയറി പടർന്ന് ചുറ്റിക്കളയും. ഒരു വളമിട്ടില്ലെങ്കിലും നമുക്ക് ഏത് സ്ഥലത്തും കൊണ്ടുവയ്ക്കാൻ ധൈര്യമായിട്ട് കൊണ്ടുവയ്ക്കാനും ധൈര്യമായിട്ട് ഫലം നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സസ്യമാണ് പാഷൻ ഫ്രൂട്ട്. എന്ത് വളമിട്ടാലും അത് അധികമാവത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സധൈര്യം നമുക്ക് ഏത് സ്ഥലത്തും ഏത് പ്രദേശത്തും ചുമ്മാ കത്തിപ്പടരുന്ന ഒരു നല്ല സസ്യമാണ് പാഷൻ ഫ്രൂട്ട്. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം.